തിരുവനന്തപുരത്ത് സ്വകാര്യ ബസ് ഡ്രൈവർക്ക് കുത്തേറ്റ സംഭവമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. സ്വകാര്യ ബസ് ഡ്രൈവർ ബിനോയ്ക്കാണ് കുത്തേറ്റത്. വെട്ടിമുറിച്ച കോട്ടയ്ക്ക് സമീപത്ത് വെച്ചാണ് സംഭവം. കുത്തിയ ശേഷം ഓടി രക്ഷപ്പെട്ട പ്രതിയെ ഫോർട്ട് പോലീസ് പിടികൂടി. ബാബുരാജ് ഉണ്ണികൃഷ്ണനാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കുത്തേറ്റ ബിനോയിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ പിന്നെ വി വിനോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനോദ്, ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് യാതൊരു പ്രകോപനവുമില്ലാതെ അക്രമി ബസ്സിനുള്ളിലേക്ക് കയറുന്നു. കണ്ടക്ടറുടെ മുഖത്തിന് കണ്ണിനുൾപ്പെടെ തുടർച്ചയായി കുത്തുന്നുണ്ട്. എന്താണ് ഈ പ്രകോപന കാരണം? എന്ത് മുൻവൈരാഗ്യമാണോ അതോ പെട്ടെന്നുള്ളൊരു പ്രകോപനമാണോ അക്രമത്തിന് കാരണമായത്? ടോം, ഇവർ തമ്മിലുള്ള വ്യക്തി വൈരാഗ്യമാണ് ഇത്തരമൊരു ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. രണ്ടുപേരും ഈ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരാണ്. ഈ കുത്തിയ ബാബുരാജ് മറ്റൊരു ബസ്സിലെ തൊഴിലാളിയാണ്, ഡ്രൈവറാണ്. ബിനോയുമായി നേരത്തെ തന്നെ തർക്കമുണ്ടായിരുന്നു. ഈ തർക്കത്തിന്റെ പേരിൽ ബസ്സിനുള്ളിലേക്ക് കയറുകയും കണ്ടക്ടർ സീറ്റിൽ ഇരിക്കുകയായിരുന്ന ബിനോയിയെ കുത്തുകയുമായിരുന്നു. തുടരെ കഴുത്തിൽ കുത്തുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിനു പിന്നാലെ ഈ സംഭവം നടക്കുമ്പോൾ ആ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്ന ഡ്രൈവർ, ബിനോയുടെ ബസ്സിലെ ഡ്രൈവർ അവിടേക്ക് എത്തുന്നുണ്ട്. ആ സീറ്റിൽ നിന്ന് ഓടി കണ്ടക്ടർ സീറ്റിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ അക്രമി കത്തി കാട്ടി അയാളെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതായത് ഈ രണ്ടുപേരെയും, ബസ്സിനുള്ളിൽ ഒരു യാത്രക്കാരനാണുള്ളത്. വെട്ടിമുറിച്ച കോട്ടയ്ക്ക് സമീപത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു യാത്രക്കാരൻ മാത്രമാണ്. ആ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ആ ബസ് അവിടെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഡ്രൈവർ ഇതിനടുത്തേക്ക് ഓടിയെത്തുമ്പോൾ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് ബാബുരാജ് ഡ്രൈവറെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ തരത്തിൽ പകൽ സമയത്താണ്, പട്ടാപ്പകലാണ് ഇത്തരത്തിലൊരു അക്രമം നടന്നത്. ഈ സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ തമ്മിലുള്ള തർക്കം അതിങ്ങനെ ഈ കത്തിക്കുത്തിൽ കലാശിച്ചു. ആ കാര്യമാണ് പോലീസ് പറയുന്നത്. പിന്നീട് ബാബുരാജ് ഈ സംഭവം കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഫോർട്ട് പോലീസ്, ഫോർട്ട് CI ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടുന്നത്. പ്രതിക്കും പരിക്കേറ്റിട്ടുണ്ട്. പ്രതിയും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം അത് ഇങ്ങനെ ഒരു അക്രമത്തിൽ കലാശിച്ചു എന്ന വിശദീകരണമാണ് പോലീസ് നൽകുന്നത്. ടോം, അങ്ങനെ നമുക്കറിയാം വിനോദ്, പൊതുവെ ഈ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ അവർ ഈ മത്സര ഓട്ടത്തെ തുടർന്ന് തർക്കങ്ങളും പ്രശ്നങ്ങളും അക്രമങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമാണോ ഇതിന് കാരണം, അതോ ഇരുവരും തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നം അത് അക്രമത്തിൽ കലാശിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? നേരത്തെ തന്നെ ഈ ബസ് ജീവനക്കാർ തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. അത് ഈ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ എന്ന വിവരമാണ് വരുന്നത്. ഏതായിരുന്നാലും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പോലീസ് പറയുന്നു. പക്ഷേ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റിയ ഒരു നിലയിലല്ല. പ്രതിക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലായിരിക്കും ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുക. ബിനോയിൽ നിന്ന് മൊഴിയെടുക്കാനും പറ്റാത്ത സാഹചര്യമാണ്. കഴുത്തിനാണ് കുത്തേറ്റത്. ഒന്നിൽ കൂടുതൽ തവണ കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നത്. പട്ടാപ്പകലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ടോം പറഞ്ഞതുപോലെ തന്നെ ഈ മത്സര ഓട്ടവുമായി ബന്ധപ്പെട്ടൊക്കെ പലവിധ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവരെ സമയക്രമവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിൽ തർക്കമുണ്ടാകുകയും ഈ ബസ്സുകൾ പരസ്പരം കൊണ്ട് ഇടിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയുണ്ട്. പലപ്പോഴും ഈ മത്സര ഓട്ടം സാധാരണക്കാരുടെ ജീവനെടുക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇവർക്കിടയിലെ ഈ കിടമത്സരമാണ് പലപ്പോഴും അപകടങ്ങൾക്കും ഇവർക്കിടയിലെ തന്നെ സംഘർഷങ്ങൾക്കും കാരണമാകുന്നത്. അത്തരമൊരു സംഘർഷം എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ബാബുരാജ് ഉണ്ണികൃഷ്ണനാണ് വിനോയിയെ കുത്തുന്നത്. വിനോയ് ഈ സീറ്റിലിരിക്കുകയാണ്. അങ്ങനെ ഒരു ആക്രമണം
പ്രതീക്ഷിക്കുന്നു പോലുമില്ല. ആ ബസ്സിലേക്ക് പിറകിലത്തെ വാതിൽ വഴിയാണ് കയറുന്നത്. തൊട്ട് മുന്നിലെ കണ്ടക്ടർ സീറ്റിൽ വിനോയ് ഇരിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അങ്ങനെ ഒരു ആക്രമണം തീരെ പ്രതീക്ഷിക്കുന്നില്ല. കഴുത്തിനടുത്തേക്ക് ചെന്ന് വളരെ പെട്ടെന്ന് കഴുത്തിലേക്ക് കുത്തുകയാണ്. അത് ഒരു തവണയല്ല പല തവണ ഈ കത്തി ഊരി കുത്തുന്നുണ്ട്. നിലവിളി കേട്ടാണ് ഡ്രൈവർ ഇത് ശ്രദ്ധിക്കുന്നതും ഡ്രൈവർ സീറ്റിൽ നിന്ന് ഡ്രൈവർ ഓടി ഈ സംഭവം നടക്കുന്ന സ്ഥലത്തേക്ക് വരുന്നത്. പക്ഷേ ഡ്രൈവറെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഈ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പരിസരത്തുണ്ടായിരുന്ന പലരും ഇത് കണ്ടെങ്കിലും അക്രമിയുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആരും അടുത്തേക്ക് വരാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ അവർ ഭയന്ന് മാറി നിൽക്കുകയായിരുന്നു. പിന്നീട് ഈ സംഭവം ഫോർട്ട് പോലീസ് അറിയുകയും CI ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതിയെ പിടികൂടുകയുമായിരുന്നു. കേട്ടോ, വ്യക്തമാണ്. VV വിനോദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്താണ് ചെറിയ തർക്കത്തെ തുടർന്ന് ബസ് കണ്ടക്ടറെ അക്രമി ക്രൂരമായി ആക്രമിച്ചത്. കണ്ണിനടക്കം പരിക്കേറ്റിട്ടുണ്ട്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയത്ത് മുക്കുപണ്ടം പണയം വെച്ച ശേഷം മരിച്ചെന്ന് സ്വയം വാർത്ത നൽകി പിന്നീട് തമിഴ്നാട്ടിലേക്ക് മുങ്ങിയ പ്രതി പിടിയിൽ.